ഹായ് ഹലോ, ഇന്ന് വെള്ളക്കടല കൊണ്ടൊരു ഡ്രൈ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വെള്ളക്കടല ഒരു 7 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കഴുകി കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാം. ഇതിന് ഒരു 7 വിസിൽ കേട്ടാൽ ഇത് വെന്ത് കിട്ടും. അത് വേവിച്ച് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ സ്പൂൺ വീതം ഇട്ട് ഒന്ന് വഴറ്റാം. ഇനി അതിലേക്ക് 2 സവാള മീഡിയം സൈസിലുള്ള ചെറുതായി അരിഞ്ഞ് ഇടാം. 2 പച്ചമുളകും കൂടി കീറിയിടാം. അതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. കളറൊന്നും മാറുന്നത് വരെ വഴറ്റണ്ട. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ഇട്ടു. ഇനി ആ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. പൊടി ഇട്ട് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലാക്കി വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് വലിയ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. ഇത് കറിയായിട്ടല്ല, ഡ്രൈ മസാലയായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വഴറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വേഗം തന്നെ വെന്ത് കിട്ടും. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം കടല ചേർക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇടാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അധികം വെള്ളമൊന്നും കടലയിലില്ലായിരുന്നു, കുറച്ച് വെള്ളമേ ഉള്ളൂ. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. മസാലയൊക്കെ കടല പിടിക്കുന്നതിനായിട്ട് ഇടയ്ക്കൊന്ന് അടച്ച് വെക്കണം. ഇടയ്ക്ക് ഇളക്കിയും കൊടുത്താൽ മതിയാവും. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റാക്കി എടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇനി എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം.
ഇപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റിലിട്ട് ഒന്ന് ഇളക്കി എടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. അങ്ങനെ വെള്ളക്കടല ഡ്രൈ മസാല റെഡിയായി. ഇത് സ്റ്റാർട്ടറായോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്, തനിയും കഴിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.